ഒരേ മനസ്സോടെ ഒരേ ലക്ഷ്യത്തിനു വേണ്ടി പോരാടിയവർ വിജയം കണ്ടിരിക്കുന്നുവെന്ന് അൻസിബ ഹസൻ. രണ്ടാം സ്വാതന്ത്ര്യ സമരം പോലെയായിരുന്നു CJPയുടെ സമരം. ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോവുകയാണെന്നും അൻസിബ പറഞ്ഞു. നടി അൻസിബ ഹസൻ നമ്മോടൊപ്പം ചേരുകയാണ്. ഡൽഹിയിലെ വിദ്യാർത്ഥി സമരത്തിന് ഒടുവിൽ വിജയം കണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ്? ഒരുപാട് സന്തോഷമുണ്ട്. ഒരു പറ്റം വിദ്യാർത്ഥികളും അവരെ സപ്പോർട്ട് ചെയ്ത ഒരു പറ്റം ആളുകളും, എനിക്ക് തോന്നുന്നു ഇന്ത്യയിലുള്ള ബഹുഭൂരിപക്ഷ ആളുകളും സപ്പോർട്ട് ചെയ്തു വിദ്യാർത്ഥികളെ. അപ്പോൾ ആ എല്ലാവരുടെയും വേദനയ്ക്കും സങ്കടത്തിനും എല്ലാം ഒരു ആശ്വാസം എന്നോണമാണ്. അവരെന്തായിരുന്നു ആവശ്യപ്പെട്ടത് അത് നേടിയെടുത്തു. അവരോടുകൂടി നമ്മളെല്ലാവരും കൂടെ ചേർന്ന് നിന്നു. അതന്നെ ഏറ്റവും വലിയൊരു കാര്യം. ഐക്യമത്യം മഹാബലം എന്ന് നമ്മൾ ചെറുപ്പം തൊട്ടേ പഠിക്കുന്ന കാര്യമാണ്. ആ ഒരു ഐക്യമാണ് ഇന്ന് നമുക്ക് ഇങ്ങനൊരു വിജയം ഉണ്ടാകാനുള്ളൊരു കാരണം. സമരത്തിൻ്റെ ഐക്കണായിട്ടൊക്കെ കുറേ പെൺകുട്ടികളൊക്കെ വന്നിരുന്നു. ഇപ്പോൾ രഞ്ജിനി ചേച്ചീനെ പറഞ്ഞിരുന്നു, എനിക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷിതമായി നിൽക്കാൻ പറ്റിയ സമരഭൂമിയിൽ എന്നൊക്കെ പറയുന്നു. ഒരു കാര്യത്തിൽ നമുക്ക് എപ്പോഴും ഭീതിയുള്ളൊരു സ്ഥലമാണ്. കാരണം എപ്പോഴും സ്ത്രീകൾക്ക് അതിക്രമം നേരിടുന്നതും ഡൽഹിയിലാണ്. അത് പലപ്പോഴും ന്യൂസിലത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ള ആ ഒരു സ്ഥലത്ത് ഏറ്റവും പ്രൊട്ടക്റ്റീവായിട്ട് പരസ്പരം അറിയ പോലും ഇല്ലാത്ത ആൾക്കാർ, പക്ഷെ നമ്മളെല്ലാവരും സഹോദരി സഹോദരന്മാരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റിയത് ഒരു വലിയ ഭാഗ്യം. അതേസമയം അവിടെ അവർ സുരക്ഷിതമായി സമരം ചെയ്യും. പക്ഷേ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വലിയ അട്രോസിറ്റി പോലെ പെൺകുട്ടികൾക്കെതിരെ, പ്രത്യേകിച്ചും ആൺകുട്ടികൾക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. ലാത്തി വെച്ചൊക്കെ സ്വകാര്യ ഭാഗങ്ങളിലൊക്കെ മർദ്ദിച്ചു. ഒരു കുട്ടി ICUലാണെന്ന് അറിയാൻ പറ്റി. അതിലൊക്കെ ഭയങ്കര വിഷമമുണ്ട്. ഒറ്റപ്പെട്ടതെങ്കിലും അതിനെ തള്ളിപ്പറയുന്ന ചില ശബ്ദങ്ങളെ കേട്ടിരുന്നു. അതിനോട് എന്താണ് പറയുക? അത് പലർക്കും പല അഭിപ്രായമായിരിക്കും. അപ്പോൾ തള്ളിപ്പറഞ്ഞത് കേൾക്കുമ്പോൾ വിഷമമുണ്ട്. തള്ളിപ്പറയുന്ന ആളുകൾ തള്ളിപ്പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് വിഷമമുണ്ടാവില്ല. തള്ളിപ്പറയില്ല എന്ന് നമ്മൾ വിചാരിച്ചു, അത് നമ്മുടെ തെറ്റ്. വിദ്യാർത്ഥികളുടെ വലിയ കൂട്ടായ്മയുടെ വിജയം കൂടിയാണ് ഡൽഹിയിലെ സമരത്തിൽ സംഭവിച്ചതെന്നാണ് അൻസിബ വ്യക്തമാക്കുന്നത്. അരുൺ കിഷോറിനൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്.